എടാ നീ പറൂരൊക്കെ കത്തിച്ചിട്ട് എന്റെ പൊന്നെണ്ണ അന്ന് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്. ഇന്നലെ കാലത്തൊരു മെനകെട്ട പയ്യൻ വന്നു. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വെള്ളപ്പൊടി. അവൻ ആ വെള്ളപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊക്കെ ഇട്ടിട്ട് മൂക്കിലോട്ട് അങ്ങോട്ട് വലിച്ചേറ്റി. എന്നിട്ട് ഒരു ഊതങ്ങോട്ട് ഊതി. എൻ്റെ ആ തുമ്പിക്കലോട്ട് കയറി പോയില്ലേ. പിന്നെ എനിക്കൊരു തരിപ്പായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോൾ പറയണത് എനിക്ക് മതളിയാണ്. സത്യമായിട്ട് എനിക്ക് മതളിയല്ലാണ്. ആ വെള്ളപ്പൊടിയാണ്. വെള്ളപ്പൊടി എന്നെ നശിപ്പിച്ചാണ് ഞാൻ. അതല്ലേ അങ്ങനെ തന്നെയാടാ. നമുക്ക് മതളങ്ങുമ്പോൾ ഈ നാട്ടർക്ക് ഇത്ര കടി. ഈ പിള്ളേര് ഉള്ള പൊടിയും പണ്ടാറും ഒക്കെ വലിച്ചേറ്റി സ്വന്തം അമ്മനെയും കൊന്ന് കൂട്ടുകാരെയും കൊന്ന് നടക്കാൻ ഒരു പ്രശ്നമില്ല. നമുക്ക് മതളകുമാണ് പ്രശ്നം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ തോട്ടി നാട് കിണഞ്ഞാൽ ഈ മരുമാരി പട്ടയൊക്കെ തിന്നാൻ തരില്ല. അതൊക്കെ പോട്ടെ, നീ വെള്ളപ്പൊടിനെ കുറിച്ച് ഓടറാ. ഞാനൊന്ന് കുളിര് വരട്ടെ. പൊന്നെണ്ണ ഓർമ്മിപ്പിക്കല്ലേ. വടക്കേക്കര സ്റ്റേഷനിൽ ലുക്ക് നോട്ടീസ് ഇട്ടിട്ടുണ്ടെന്ന് പറയണത്. എന്നോടും പാപ്പനോട് നാളെ ഒപ്പിടാൻ പോകാനാണ് പറഞ്ഞാണ്. എന്ത് പറയാനാണ്, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കിവിടുന്ന് സ്കൂട്ടാരടാ. കഴിഞ്ഞ ദിവസം അരിക്കൊമ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിൽ കുറെ ചിക്സുകളുണ്ട്. അവിടെ കിടന്ന് പൂണ്ട് വെള്ളയാടെയാണ്. നമുക്ക് ഇവിടുന്ന് വിട്ടാലാ നൈസായിട്ട്. നമ്മുടെയൊക്കെ ജീവിതമേ ഈ ചങ്ങലക്കുള്ളി തീരുള്ളൂ. കുറേ ആനപ്രേമി തീട്ടപ്രേമി എന്ന് നടക്കണമാരുണ്ട്. അവന്മാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമ്മുടെയൊക്കെ ചങ്ങല കഴിക്കാൻ നമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ തെണ്ടികളും കാണൂല. ഡേ ഡയലോടിയൊക്കെ മതി. ആ പൂരം തുടങ്ങാറായി. വാ അവിടെ പോയി ഇനി